നിങ്ങളൊരു ഇ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. നമുക്ക് ഡെയിലി ഡ്രൈവ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഡെയിലി ഡ്രൈവ് ഇല്ല, പെട്ടെന്ന് ഗിയറിലോട്ട് ഇട്ട് സഡനായിട്ട് ക്ലച്ച് എന്ന് പതുക്കെ കാലെടുത്ത് അങ്ങോട്ട് വിടാമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലൈൻറ്റ് മാറും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. വന്ന് കഴിയുമ്പോഴേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും E20 ഭയങ്കര ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല. നിങ്ങളൊരു പുതിയ വാഹനം അഥവാ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു EV എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡീസലോ പെട്രോളോ ഏത് വാഹനം എടുക്കാനാണെങ്കിലും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടോണം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG എക്സ്പ്ലോർ എന്ന് പറഞ്ഞ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആൾ ഒരു SUV എടുത്തു, എന്നാൽ പിന്നെ ഞാനും കുറയ്ക്കേണ്ട ഒരു SUV തന്നെ എടുത്തേക്കാം എന്നുള്ളൊരു ചിന്താഗതി നമ്മൾ ആദ്യം മാറ്റണം. കാരണം നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനം എടുക്കാവുള്ളൂ എന്ന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എനിക്ക് ഡെയിലി ഒരു സിറ്റി ഡ്രൈവ് ആണെന്ന് വെക്കുക. അതായത് നിങ്ങളിപ്പോൾ ഒരു വാഹനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഒരു സിറ്റി ഡ്രൈവ് മാത്രമാണ് വരുന്നത്. ഒരു ഹൈ റേഞ്ച് ഓട്ടോ ഇല്ല, ഒരു ഹൈവേസിലും അധികം പോകാറില്ല. ജസ്റ്റ് ഒരു സിറ്റി പർപ്പസിന് മാത്രമാണ് നിങ്ങളൊരു വാഹനം എടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും SUV എടുത്തിട്ട് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ഒരാൾ SUV എടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ SUV എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ സിറ്റി ഡ്രൈവ് ആണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഒരു സിംഗിൾ പേഴ്സൺ ആണ് സ്ഥിരം ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ചിന്തിക്കാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് മൈലേജ് അഥവാ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്ന ഒരു വാഹനം ഏതാണ്, ഒരു കോമ്പാക്റ്റ് സൈസ് വാഹനം ഏതാണ്. ഇങ്ങനെ കുറേ കാറ്റഗറീസിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരു വാഹനമായിരിക്കും ഏറ്റവും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, സിറ്റി പർപ്പസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മളിത് പാർക്ക് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലും ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അധികം ബ്ലോക്കിലോ കാര്യങ്ങളോ ഒന്നും പെടാതിരുന്നോളം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ചെറിയ വാഹനമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. നമ്മുടെ ആവശ്യം എന്ത്, ഇത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് ഡെയിലി ഡ്രൈവ് ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഡെയിലി ഡ്രൈവ് ഇല്ല, നമുക്ക് ഇനിയിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നവരോട്, നിങ്ങൾക്ക് ഓട്ടം തീരെ കുറവാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നാൽ നിങ്ങൾക്ക് ഡെയിലി ഡ്രൈവ് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു പുതിയ വാഹനം തന്നെ എടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയാനാണെങ്കിൽ ഡെയിലി ഡ്രൈവ് വരുന്ന സമയത്ത് നമുക്ക് മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങളൊക്കെ പുറകിൽ ഓടി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന സമയത്ത് ഈ വാഹനം എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണെന്നും ഏതൊക്കെ രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. പക്ഷേ പുതിയൊരു വാഹനം എടുക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് ആ വാഹനം ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അതിന് മെയിൻ്റെനൻസ് വലിയ കാര്യമായിട്ടുള്ള ഒന്നും വരാനുള്ള സാധ്യതയില്ല. സെക്കൻഡ് ഹാൻഡ് വാഹനം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഏത് കണ്ടീഷനിൽ കൂടെ ഡ്രൈവ് ചെയ്യുമെന്ന് അറിയാൻ മേലാത്തതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും ഓരോ കംപ്ലയിൻസ് ആയിട്ട് പൊങ്ങി വരുന്നത്. അങ്ങനെ കംപ്ലയിൻസ് വന്നു കഴിയുമ്പോഴത്തേക്കും ഏത് നേരം ഇത് കൊണ്ട് സർവീസ് ചെയ്യാനും റിപ്പയർ ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം വരാതിരിക്കും നമുക്ക് ഡെയിലി ഡ്രൈവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പുതിയ വാഹനം തന്നെ എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്തോളും. സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നതിനെ കഴിഞ്ഞും ഏറ്റവും നല്ലത് പുതിയത് തന്നെയാണ്. അതുപോലെ തന്നെ അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുത്തു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്ത് മെയിൻ്റെനൻസ് ആണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കംപ്ലീറ്റ് ഇൻസ്പെക്ഷൻ ചെയ്തൊക്കെയാണ് എടുത്തെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ നമ്മൾ ഒരു കാരണവശാലും അഴിച്ചു നോക്കുന്നൊന്നുമില്ല. അതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പുറമേ നിന്ന് ഓടിച്ചു നോക്കിയാലോ ചിലപ്പം കണ്ടാലോ ഒന്നും മനസ്സിലാകണമെന്നില്ല. കാരണം കാലക്രമേണ ചിലപ്പോൾ ഒരു കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയുള്ളൂ. ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡീസൽ റണ്ണവേ എന്ന് പറയുന്ന ഒരു കംപ്ലയിൻറ്റ്, അത് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഈ കാര്യം പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാനൊക്കെ പോകുന്ന സമയത്ത് ഡീസൽ വാഹനത്തിൽ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ RPM കുറച്ച് നമ്മൾ റേസ് ചെയ്ത് RPM കുറച്ച് കയറ്റണം. ഈ RPM കയറ്റുന്ന സമയത്ത് ചിലരുടെ വാഹനത്തിലെങ്കിലും ഓവറായിട്ട് സ്മോക്ക് എല്ലാം കൂടെ ഒന്ന് വാഹനം ഒരുപാട് റേസായി പോകാറുണ്ട്. ഇതിനാണ് ഡീസൽ റണ്ണവേ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് എഞ്ചിന് കംപ്ലയിൻറ്റ് വരും. ഈ കംപ്ലയിൻറ്റ് വരുമ്പോൾ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ, പെട്ടെന്ന് ഗിയറിലോട്ട് ഇട്ട് സഡനായിട്ട് ക്ലച്ച് എന്ന് പതുക്കെ കാലെടുത്ത് അങ്ങോട്ട് വിടാമെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻറ്റ് മാറും. പക്ഷേ എഞ്ചിന് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അത് നമുക്ക് ഒരിക്കലും പുറമേ നോക്കിക്കഴിഞ്ഞാൽ കാണാനോ അറിയാനോ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വെച്ച് സെയിൽ ചെയ്യുന്ന വാഹനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞൊരു ലോങ് ഒക്കെ പോകുമ്പോഴായിരിക്കും ഒരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്നതിനെ കഴിഞ്ഞും നമ്മളൊരു പുതിയ വാഹനം എടുത്തു കഴിഞ്ഞാൽ
കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് മാത്രം ചെയ്ത് പോയാൽ മതി. അല്ലാതെ അൺവാണ്ടഡ് ആയിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നതായിരിക്കില്ല. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളൊരു പഴയ വാഹനം എടുക്കുകയാണ്. അതായത് ഞാനിപ്പോൾ പറഞ്ഞൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഇപ്പോൾ ഓടിച്ച് പഠിക്കാനാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് കുറവ് കാരണം നിങ്ങളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരുപാട് പഴയ വാഹനം എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇപ്പോഴും നമുക്ക് BS3 BS2 ഒക്കെ ഉള്ള വാഹനങ്ങൾ കിട്ടും. പക്ഷേ ഒരു കാരണവശാൽ ആ ഒരു സൈഡിലോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ സജസ്റ്റ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, BS4 വാഹനം പോലും ഇപ്പം ഭയങ്കര പ്രശ്നത്തിലാണ്. കാരണം ഫ്യൂവൽ E20 ആണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. പെട്രോൾ വാഹനങ്ങളാണെങ്കിലും ഡീസൽ വാഹനങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ ഡീസലിനും ചേഞ്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം പ്രശ്നമുണ്ടാകും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, വന്നു കഴിയുമ്പോഴേ അറിയാൻ സാധിക്കത്തുള്ളൂ. ഏതായാലും E20 ഭയങ്കര ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഓടാതെ ഇരിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ഈ പറയുന്ന പോലൊരു വാട്ടർ കണ്ടൻറ്റ് ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് കൊണ്ട് തന്നെ വാട്ടർ കണ്ടൻസ് ഫ്യൂവലിനകത്ത് മിക്സായി വരുന്നുണ്ട്. അതൊരു വലിയ രീതിക്ക് പ്രശ്നമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് വാഹനം എടുക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളിപ്പം ഒരു പഴയ വാഹനം എടുക്കുമ്പോഴത്തേക്കും BS4 താഴോട്ട് എടുക്കരുതെന്നേ പറയത്തുള്ളൂ. BS4 പ്രശ്നമാണ്, എന്നാലും അതേ നമുക്കിപ്പം കുറച്ചെങ്കിലും ഒന്ന് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം എന്ന് പറയാൻ പറ്റും. ഇനി നാലാമത്തെ പോയിന്റ്, നിങ്ങളൊരു EV വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോ. ഒന്നാമത്തെ കാര്യം, ഡെയിലി ഡ്രൈവ് ഉണ്ടോ? നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയൊരു EV വാഹനം എടുക്കാൻ സാധിക്കും, മുതലാക്കുകയാണെങ്കിൽ മാത്രം. അതായത് നിങ്ങളിപ്പോൾ ഡെയിലി ഒരു 50 കിലോമീറ്ററൊക്കെ ഓടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു EV വാഹനം എടുക്കാൻ സാധിക്കും. പക്ഷേ ഡെയിലി ഓടണം. 50+50 ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. മിനിമം നമുക്ക് ആ ഒരു റേഞ്ച് വെച്ച് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു റേഞ്ച് കിട്ടുന്ന വാഹനം തന്നെ യൂസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിലൊരു സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് EV എടുത്തോണം. കാരണം സോളാർ യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് EV എന്ന് പറയുമ്പോഴത്തേക്കും ലാഭത്തിന് മേളിൽ ലാഭമാണ്. കാരണം നിങ്ങൾക്കിത് ചാർജ് ചെയ്യാൻ വേണ്ടി വേറെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ലോങ് ഒക്കെ പോകാനാണെങ്കിലും റേഞ്ച് ഉള്ള വാഹനമാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ്, അതിൽ തന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പം യൂസ് ചെയ്യുന്ന ഒരു EV ആണെങ്കിൽ അല്ലെങ്കിൽ EV വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു റീസെയിൽ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ നിന്ന് കളയുക. പ്രത്യേകിച്ച് പണ്ടൊക്കെ ആണെങ്കിലും ഇപ്പോഴൊക്കെ ആണെങ്കിലും മാരുതി എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടൊയോട്ടയൊക്കെ എടുക്കുന്ന സമയത്തോ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് റീസെയിൽ വാല്യൂ എന്നുള്ളത്. 5 ലക്ഷം രൂപയുടെ വാഹനം എടുക്കുന്നു, ഒരു 5 വർഷം അല്ല 6 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വാഹനം കൊടുക്കുന്ന ചിലപ്പോൾ ഒരു 4 രൂപ 4.5 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്രത്തോളം നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, EVയുടെ ഒരു കാര്യത്തിൽ നിങ്ങൾ റീസെയിൽ വാല്യൂ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിന്ന് എടുത്തങ്ങ് കളയുക. യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു പർപ്പസ്. കാരണം നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങി ആദ്യം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു 2 ദിവസം ബാറ്ററി ബാക്കപ്പ് കിട്ടും. ചിലപ്പോൾ 1 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞ് 1 ദിവസമൊക്കെ ആവും. അപ്പോൾ ഇതുപോലെ തന്നെ ഫേസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. നമ്മുടെ കാറുകളിലും ഈ ഒരു രീതി തന്നെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് ഒരു EV വാഹനം എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽ നമുക്ക് ഉറപ്പായിട്ട് EVന്ന് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് ഒരു രീതിക്കുള്ള ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും വരില്ല. EVയിലൊക്കെ നമ്മൾ ഒരുപാട് ലോങ് ഡ്രൈവ് ചെയ്യണം. കാരണം അത് ഞാൻ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പെട്രോൾ, CNG, ഡീസൽ, ഈ 3-ൽ ഏതെടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഓട്ടം കുറവാണെങ്കിൽ പെട്രോൾ വാഹനം തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോഴത്തേക്കും വേറെ വലിയ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് സ്ഥിരം നല്ല രീതിക്ക് ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ CNG വലിയ കുഴപ്പമില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്താൽ ഓക്കെയാണ്, ചെയ്തില്ലെങ്കിൽ പണി കിട്ടുന്ന വഴി അറിയില്ല. അതുപോലെ തന്നെ നിങ്ങളൊരു ഡീസൽ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഓക്കെയാണ്, മെയിൻ്റെനൻസ് കുറച്ച് കൂടുതൽ, അത് ഞാൻ പറയാതിരിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഡീസൽ വാഹനത്തിൽ വരുന്നില്ല. പക്ഷേ മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ഒരു പെട്രോളും CNGയും വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് കൂടി ഇടുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കാം.